മഹാരാഷ്ട്രയിലെ ലോഹഗഡ് കോട്ടയിൽ പ്രതിശ്രുതവരനെ തള്ളിയിട്ട് കൊന്ന സംഭവം കേരളവും വലിയ ഞെട്ടലോടെയാണ് കേട്ടത്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ പ്രതികളായ സിയ കോയൽ, ചേതൻ ചൌധരി എന്നിവരുടെ ബന്ധവും യാത്രകളും കേന്ദ്രീകരിച്ച് പുതിയ റിപ്പോർട്ടുകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. കേതൻ അഗർവാൾ എന്ന യുവ വ്യവസായിയെ കൊലപ്പെടുത്തിയത് പെട്ടെന്നുള്ള തീരുമാനമല്ല, മറിച്ച് വ്യക്തമായ ആസൂത്രണത്തിന്റെ ഭാഗമാണെന്നാണ് പോലീസ് പറയുന്നത്. ഫെബ്രുവരിയിൽ നിശ്ചയം നടന്ന സിയും കേതനും സോഷ്യൽ മീഡിയയിൽ നിരന്തരം കോണ്ടാക്ട് ഉണ്ടായിരുന്നുവെങ്കിലും അതേസമയം സിയ ചേതനുമായി രഹസ്യബന്ധം തുടർന്നിരുന്നുവെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. വിവാഹ നിശ്ചയത്തിന്റെ റീലുകളും പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ സിയ നിരന്തരം പങ്കുവച്ചിരുന്നു. എന്നാൽ പരസ്യമായി പ്രണയം പ്രകടിപ്പിച്ചതിന് പിന്നിൽ കേതന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച ഒരു ദുഷ്ടപദ്ധതി ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. കേതനുമായുള്ള വിവാഹ നിശ്ചയത്തിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് സിയും ചേതനും ഉദയ്പൂരിലേക്ക് പോയ ഒരു സംഘത്തിന്റെ ഭാഗമായിരുന്നു. അവർ നിരവധി ദിവസങ്ങൾ ഒരുമിച്ച് ചെലവഴിക്കുകയും ചെയ്തു. ഉദയ്പൂർ ആംഗിൾ, അവരുടെ ബന്ധത്തിന്റെ മുഴുവൻ സമയരേഖ, യാത്രാരേഖകൾ, ഇതുവരെ ശേഖരിച്ച എല്ലാ സാങ്കേതികവും ശാസ്ത്രീയവുമായ തെളിവുകൾ എന്നിവ സൂക്ഷ്മമായി പരിശോധിച്ചാണ് പോലീസ് ഗൂഢാലോചനയുടെ ബിന്ദുക്കളെ ബന്ധിപ്പിക്കുന്നത്. ചോദ്യം ചെയ്യലിൽ കേതൻ അഗർവാളിനെ വിവാഹം കഴിക്കാൻ താൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ലെന്ന് സിയ പറഞ്ഞതായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കേതനെ കൊലപ്പെടുത്തിയാൽ കുറഞ്ഞത് 3 വർഷമെങ്കിലും ചേതന് വേണ്ടി കാത്തിരിക്കാൻ സാവകാശം ലഭിക്കുമെന്ന് സിയ വിശ്വസിച്ചിരുന്നതായി അന്വേഷണത്തിൽ വ്യക്തമായി. അതേസമയം വിവാഹം വേർപ്പെടുത്തുന്നത് തങ്ങൾക്ക് അപമാനം വരുത്തുമെന്ന് സിയും ചേതനും ഭയപ്പെട്ടിരുന്നതായും അന്വേഷണത്തിൽ വ്യക്തമാണ്. പ്രണയപ്പകയുടെയും ചതിയുടെയും നെറുകേടിൽ ഒരു യുവാവിന്റെ ജീവൻ ഹോമിക്കപ്പെടുമ്പോൾ അത് വെറും കൊലപാതക വാർത്ത മാത്രമല്ല, മറിച്ച് മനുഷ്യബന്ധങ്ങളിൽ വന്നനുഭവിക്കുന്ന അതിഭീകരമായ മൂല്യച്യുതിയുടെ നേർചിത്രമാണ്. ലോഹഗഡ് കോട്ടയുടെ മുകളിൽ നിന്ന് കേതൻ അഗർവാൾ എന്ന ചെറുപ്പക്കാരനെ തള്ളിയിട്ട് കൊന്നത് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമല്ല, മറിച്ച് കൊടും ക്രൂരതയുടെ കൃത്യമായ തിരക്കഥയായിരുന്നുവെന്ന് പോലീസ് അന്വേഷണം അടിവരയിടുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ സ്നേഹത്തിന്റെ റീലുകൾ പങ്കുവെച്ച് ജനങ്ങളെയും പ്രതിശ്രുതവരനെയും ഒരുപോലെ പറ്റിച്ച സിയ കോയൽ അണിയറയിൽ കാമുകൻ ചേതൻ ചൌധരിക്കൊപ്പം ചേർന്ന് മരണത്തിന്റെ കെണിയൊരുക്കുകയായിരുന്നു. വിവാഹം വേർപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന കുടുംബ മര്യാദകളെയും സാമൂഹിക അപമാനത്തെയും ഭയന്ന പ്രതികൾ ഒരു മനുഷ്യജീവൻ ഇല്ലാതാക്കുന്നത് വലിയൊരു തെറ്റായി കണ്ടില്ല എന്നത് ഇവരുടെ വികൃതമായ മാനസികാവസ്ഥയെ തുറന്നു കാട്ടുന്നുണ്ട്. കൊലപാതകം നടത്തിയാൽ കേസിനും കൂട്ടത്തിനും പിന്നാലെ നടന്ന് 3 വർഷത്തോളം വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാമെന്നും അതിലൂടെ കാമുകന് വേണ്ടി കാത്തിരിക്കാമെന്നുമുള്ള സിയുടെ ചിന്ത തികച്ചും ക്രൂരവും വിചിത്രവുമാണ്. ഉദയ്പൂർ യാത്രയും സോഷ്യൽ മീഡിയയിലെ പ്രണയ നാടകങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ ഡിജിറ്റൽ ശാസ്ത്രീയ തെളിവുകളും നിയമത്തിന് മുൻപിൽ പ്രതികളെ പൂർണ്ണമായും കുടുക്കുമെന്നുറപ്പാണ്. പ്രണയത്തിന്റെയും ആഗ്രഹങ്ങളുടെയും പേരിൽ മറ്റൊരാളുടെ ജീവനും സ്വപ്നങ്ങളും തല്ലിക്കെടുത്തുന്ന ഇത്തരം ക്രിമിനലുകൾക്ക് നിയമം നൽകുന്ന ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ ഉറപ്പാക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നാളുകളിൽ ഇത്തരം ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ സമൂഹത്തിന് അതൊരു ശക്തമായ മുന്നറിയിപ്പാവുകയുള്ളൂ.